ദേവസ്വപിതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ സെന്റ് ജോസഫ് ഫ്രൈഡേയിലെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, രണ്ടാം വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ ദേവസ്വപിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി തിരുക്കുടുംബ പാലകനായ വിശുദ്ധ ദേവസ്വപിതാവിനോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ഗാഗുൽത്തായിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ കടന്നു വരികയാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ച ഞങ്ങൾക്ക് പാവറട്ടി പെരുന്നാളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരുനാളായിട്ട് ബന്ധപ്പെട്ട് തിരക്കുള്ള ദിവസങ്ങളാണ്. ഞാനിങ്ങനെ ഈ ക്ലാസ് ഒന്ന് മാറ്റാനായിട്ട് വേറൊരാഴ്ചയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നിങ്ങനെ പരിശോധിച്ചു. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്ന് ഒന്ന് ഒരുങ്ങാനും പ്രാർത്ഥിക്കാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഈ സെന്റ് ജോസഫ് ഫ്രൈഡേയുടെ ഇങ്ങനെ പോസ്റ്ററൊക്കെ കണ്ടപ്പം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ വിശുദ്ധ ദേവസ്വപിതാവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് വിശുദ്ധ ദേവസ്വപിതാവിനെ കുറിച്ച് പറയും? പാവറട്ടിയിലെ വിശുദ്ധ ദേവസ്വപിതാവിന്റെ മകനായി ജനിക്കാൻ ദൈവം അനുവദിച്ചിട്ട് ഈ സെന്റ് ജോസഫ് ഫ്രൈഡേയില് നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ദേവസ്വപിതാവിന്റെ ജീവിതത്തിലൂടെ നമ്മുടെ കുടുംബ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ ഈ വെള്ളിയാഴ്ച ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദേവസ്വപിതാവിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ ഒന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോസേപ്പ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം? ജോസഫ് എന്ന വാക്കിന് എന്താണ് അർത്ഥം? നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ നാമങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അർത്ഥമുണ്ട്. യാക്കോബിന്റെ ഭാര്യയായ റേച്ചൽ തന്റെ മകനെ ജോസഫ് എന്ന് പേരിടുമ്പോൾ അവള് ആറ്റുനോറ്റ് നോമ്പെടുത്ത് തന്റെ സഹോദരിയായ ലിയായ്ക്ക് അനേകം മക്കൾ ജനിച്ച് വന്ധ്യയായിരുന്ന റേച്ചലിന് മക്കളില്ലാതായിരുന്നപ്പോ അവൾ ഒരുപാട് കണ്ണുനീരോട് ഒരുപാട് രാത്രികള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തന്റെ അപമാനഭാരം നീക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ മകനായിരുന്നു പൂർവ്വ ജോസഫ്. അവൻ എന്ത് പേരിടമെന്ന് റേച്ചൽ ആലോചിച്ചപ്പോ റേച്ചലിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. റേച്ചല് ജോസഫ് എന്ന് പേരിട്ടു. കാരണം ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. ഗോഡ് വിൽ ഇൻക്രീസ്, ഗോഡ് വിൽ ആഡ്. കാരണം ഇനി ഒന്നല്ല, ഇനി അനേകം മക്കളെ എനിക്ക് ദൈവം തരുമെന്ന് പറഞ്ഞ് റേച്ചൽ അവന് ജോസഫ് എന്ന് പേരിട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം പോലും ഗോഡ് വിൽ ഇൻക്രീസ്, ദൈവം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ദൈവം വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാ പൂർവ്വ ജോസഫിനെ ലോകത്തിന്റെ അധിപനാക്കി ദൈവം ഉയർത്തുക. ജോസഫിന്റെ അടുത്തേക്ക് അവന്റെ അപ്പനും അവന്റെ സഹോദരങ്ങൾ പോലും ഭക്ഷണം യാചിച്ചു കൊണ്ട് വരേണ്ട ഒരവസ്ഥ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാണ്. കാരണം ദൈവം വർദ്ധിപ്പിച്ചത് ജോസഫിലൂടെയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജീവന്റെ അപ്പമായി മാറുവാൻ ഈശോ ഈ ഭൂമിയിൽ ജനിക്കുവാൻ സ്വർഗം നോക്കിയപ്പോൾ സ്വർഗം കണ്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന്റെ പേര് ജോസഫ് എന്നായിരുന്നു. കാരണം ജോസഫിലൂടെ ദൈവം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുക. ഞങ്ങളുടെ പാവർട്ടി പള്ളിയിലെ നൊവേനയിലെ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്. പാവർട്ടി നൊവേന, ഔസപിതാവിന്റെ നൊവേന കേട്ടിട്ടുള്ളവർ കൈപ്പൊക്കുകയും കേട്ടിട്ടുള്ളവന് കുറെ പേരൊക്കെ അത് ചെല്ലുന്നവരാണ്. അതിപ്രകാരമാണ്. ലുത്തിനിയ കഴിഞ്ഞാൽ ഒരു കൊച്ചു പ്രാർത്ഥന അതിന്റെ അവസാനമുണ്ട്. മനോഹരമായൊരു പ്രാർത്ഥനയാണ്. അതിപ്രകാരമാണ്: ദൈവം അയാളെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു, തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. പൂർവ്വ ജോസഫിന്റെ ലോകത്തിന്റെ അധിപനായി ഫറവോ സ്ഥാപിച്ചതുപോലെ ദൈവം അയാളെ
തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു, തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. എന്ന് പറഞ്ഞാൽ സകല അനുഗ്രഹങ്ങളുടെയും സകല സമ്പത്തിന്റെയും ഒരു വിതരണക്കാരനായി ജോസഫിനെ ദൈവം ഉയർത്തുകയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്വർഗം ദൈവമക്കൾക്കായി കാത്തുവച്ചിരിക്കുന്ന സകല കൃപകളുടെയും ഡിസ്ട്രിബ്യൂട്ടറായി, വിതരണക്കാരനായി ദൈവം ചുമതലപ്പെടുത്തിയത് ജോസഫിനെയാണ്. അങ്ങനെയാണ് ജോസഫിന് ആ പേര് വരിക. ദൈവം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇല്ലായ്മയിലും വല്ലായ്മയിലും കഷ്ടപ്പെടുന്ന ദൈവജനമേ, നമുക്കൊരു അനുഗ്രഹത്തിന്റെ ഒരു വിതരണക്കാരനെ സ്വർഗം നിയമിച്ചിട്ടുണ്ട്. അവനിലൂടെയാണ് സകല സമ്പത്തും സകല കൃപകളും സ്വർഗം വർഷിക്കുവാൻ തിരുമനസായത്. അവന്റെ പേരാണ് ജോസഫ്, നമ്മൾ വിളിക്കുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 41:55 ഫറവോയിലൂടെ ഇപ്രകാരം ഒരു പ്രവചനം വരികയാണ്: നിങ്ങൾ ഔസേപ്പ് പിതാവിന്റെ പക്കൽ പോകുവിൻ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഔസേപ്പിന്റെ പക്കൽ പോകുവിൻ. ഈജിപ്തിലേക്ക് ധാന്യം അന്വേഷിച്ച്, അപ്പം അന്വേഷിച്ച്, ഭക്ഷണം അന്വേഷിച്ച് വന്ന എല്ലാവരോടും ഫറവോ പറയും, നിങ്ങൾ ജോസഫിന്റെ പക്കലേക്ക് പോകുവിൻ. ഈ ലോകത്തിന് ദിവ്യകാരുണ്യം കൊടുക്കുവാൻ, ജീവന്റെ അപ്പം കൊടുക്കുവാൻ, സ്വർഗത്തിന്റെ മന്ന കൊടുക്കുവാൻ, ദാഹാർത്തരായിരിക്കുന്ന വിശന്നിരിക്കുന്ന ദൈവജനത്തിന് സ്വർഗത്തിന്റെ മന്ന കൊടുക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നൊരു ചാനലുണ്ട്. ആ ഉപകരണത്തിന്റെ പേരാണ്, ദൈവസന്നിധിയിൽ വഴക്കമുള്ള ഒരു ഉപകരണമായി നിന്നുകൊണ്ട് ജീവന്റെ അപ്പം ഈ ലോകത്തിന് നൽകുവാൻ ദൈവം തീരുമാനസായത് വിശുദ്ധ ഔസേപ്പ് പിതാവിലൂടെയാണ്. അതുകൊണ്ടാണ് ജോസഫിന്റെ പക്കൽ പോകുവിൻ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉൽപ്പത്തി പുസ്തകം 41:55 ഗോ ടു ജോസഫ്. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടോ, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടോ, നിന്റെ ഇല്ലായ്മകളിലും നിന്റെ വല്ലായ്മകളിലും ദൈവം നിന്നോട് പറയും ഗോ ടു ജോസഫ്. കാരണം അവിടുന്ന് അയാളെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു, തങ്ങളുടെ സകല സമ്പത്തുകളെയും നായകനുമാക്കി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇസിദോർ എന്ന് പറയുന്ന സഭാപിതാവ് ഇപ്രകാരം പറയുകയാണ്: അന്ത്യകാലത്ത് വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ ശക്തിയെ കുറിച്ച് തിരുസഭ മനസ്സിലാക്കും. മുമ്പെങ്ങുമില്ലാത്ത വിധം ഔസേപ്പ് പിതാവിനോടുള്ള ഭക്തി ലോകത്ത് പ്രചരിക്കാനായിട്ട് തുടങ്ങും. കാരണം ഇന്ന് ദൈവത്തിന്റെ ഭവനമായ തിരുസഭയുടെ കാവൽക്കാരനായി ദൈവം വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ് നിയോഗിച്ചത്. ഇത് പറഞ്ഞത് സഭാപിതാവായ ഇസിദോറാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവജനമേ, യുഗാന്ത്യ സഭയിലെ ദൈവഭവനത്തിന്റെ കാവൽക്കാരനായി, തിരുസഭയുടെ കാവൽക്കാരനായി സ്വർഗം ഉയർത്തിയിരിക്കുന്നത് തിരുകുടുംബ പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ്. വളരെ പറഞ്ഞു ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകള് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മൗനമാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്വർഗപിതാവിന്റെ സ്ഥാനത്ത്, പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ പിതാവായ ദൈവം തിരുമനസ്സാകുമ്പോ, അത്രമാത്രം പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രനായ ദൈവത്തെ കാത്തുപരിപാലിക്കാൻ ദൈവം ഔസേപ്പ് പിതാവിനെ നിയോഗിക്കുമ്പോ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ വിശുദ്ധ ഗ്രന്ഥത്തില് അനേകം
വചനങ്ങൾ ഉണ്ടെങ്കിലും ഒരു വചനം പോലും ഉച്ചരിക്കുവാൻ, ഒരു വാക്ക് മിണ്ടാൻ അവസരം കൊടുക്കാതെ യൗസേപ്പ് പിതാവിനെ മൂലയ്ക്കൊതുക്കി എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇവിടെ സംസാരിക്കാൻ ഒരു റൈറ്റ് ഉണ്ട്, എന്നാൽ യൗസേപ്പ് പിതാവിന് ഒരു വാക്ക് പോലും മിണ്ടാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടം കിട്ടുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം യൗസേപ്പ് പിതാവിന്റെ മൗനം എന്ന് പറയുന്നത് ദൈവമക്കളെ നമ്മൾ കാണുന്നത് പോലുള്ള മൗനമായിരുന്നില്ല. യൗസേപ്പ് പിതാവിന്റെ മൗനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിരന്തരമായ സംസാരമായിരുന്നു. ഓരോരുത്തർ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എല്ലാവരോടും, നമ്മൾ മനുഷ്യരുടെ പ്രത്യേകത, നമ്മളെല്ലാവരോടും സംസാരിക്കും, ദൈവത്തോട് മാത്രം സംസാരിക്കാൻ നമുക്ക് സമയമില്ല. ഹല്ലേലൂയ. ദൈവത്തോട് മിണ്ടിയും പറഞ്ഞിരിക്കാൻ നമുക്ക് സമയമില്ല. നാട്ടുകാരോട് മുഴുവൻ വാതോരാതെ സംസാരിക്കുന്ന നമുക്ക് പലപ്പോഴും ദൈവത്തോട് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. എന്നാൽ യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യൗസേപ്പ് പിതാവിന് ദൈവത്തോട് സംസാരിക്കാൻ ധാരാളം സമയമുണ്ടായിരുന്നു. കാരണം യൗസേപ്പ് പിതാവ് മറ്റുള്ളവരോടൊന്നും മിണ്ടുന്നില്ലായിരുന്നു. അപ്പൊ യൗസേപ്പ് പിതാവിന്റെ മൗനം എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള മൗനമാണ്, നമ്മളോടുള്ള മൗനമാണ്. എന്നാൽ യൗസേപ്പ് പിതാവ് നിരന്തരം ദൈവത്തോട് സംസാരിക്കുന്ന, ഊണിലും ഉറക്കത്തിലും ഒക്കെ ദൈവത്തോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യൗസേപ്പ് പിതാവ്. ഓരോരുത്തർ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ മൗനത്തിന് ഒരു പുതിയ നിർവചനം യൗസേപ്പ് പിതാവ് കൊടുക്കുകയാണ്. എന്താണ് മൗനം? മൗനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സംസാരമാണ്. ദൈവത്തോടുള്ള ആലോചന ചോദിക്കലാണ്. ഓരോ നിമിഷവും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവമക്കളായി ജീവിക്കുവാൻ യൗസേപ്പ് പിതാവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ദൈവത്തോട് ആലോചന ചോദിക്കുക, നിരന്തരം ദൈവത്തോട് സംസാരിക്കുന്നതിന്റെ പേരാണ് മൗനം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. മൗനം എന്ന് പറഞ്ഞാൽ സംസാരമില്ലാത്ത അവസ്ഥയല്ല. മൗനം എന്ന് പറഞ്ഞാൽ സംസാരിക്കേണ്ടവനോട് സംസാരിക്കുന്നതാണ് മൗനം. ഓരോരുത്തർ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തോണ്ടിക്ക് ഇപ്പൊ തന്നെ സമാധിയായി തുടങ്ങി. നല്ല മൗനം. ഈ മൗനം ഒന്ന് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തോണ്ടിയിട്ട് പറഞ്ഞേ, സംസാരിക്കേണ്ടവനോട് സംസാരിക്കുന്നതാണ് മൗനം. പറഞ്ഞു കൊടുത്തേ. നാട്ടുകാരോട് മുഴുവൻ സംസാരിക്കും, തമ്പുരാനോട് മാത്രം സംസാരിക്കാൻ നമുക്ക് സമയമില്ല. യൗസേപ്പ് പിതാവിന്റെ ജീവചരിത്രം എടുത്തൊക്കെ ഇങ്ങനെ വായിച്ച് പരിശോധിച്ചപ്പം യൗസേപ്പ് പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമായിരുന്നു. എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്ന ഒരു യൗസേപ്പ് പിതാവ്, ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്ന ഒരു യൗസേപ്പ് പിതാവ്. എന്തിനാണ് ഈ മുകളിലേക്ക് നോക്കുന്നത്? എന്തിനാണ് മുകളിലേക്ക് നോക്കുന്നത്? നിരന്തരം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാകാൻ, നിരന്തരം ദൈവത്തോട് സംഭാഷണം നടത്തുവാൻ. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള മറ്റുള്ളവരോടുള്ള സംഭാഷണമല്ല, ദൈവത്തോടുള്ള നിരന്തരമായ സംഭാഷണമായിരുന്നു യൗസേപ്പ് പിതാവിന്റെ മൗനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അത്ഭുതപ്പെടുത്തുന്ന ഒരു മൗനം യൗസേപ്പ് പിതാവിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. യൗസേപ്പ് പിതാവിന്റെ മൗനമായിരുന്നു യൗസേപ്പ് പിതാവിന്റെ ശാന്തത. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം വാക്കുകൾ ഇങ്ങനെ പറയുകയാണ്, വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്. വരുന്ന ദുരിതങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഹല്ലേലൂയ. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, ആ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയാതെ മൗനമായിരിക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി വിശുദ്ധ യൗസേപ്പ് പിതാവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് യഥാർത്ഥത്തില് ഈശോയിലേക്ക് പകരപ്പെട്ടത്. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തില് സഹനദാസനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയും, അവനൊന്നും ഉരിയാടിയില്ല, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിന്നു കൊടുത്തു. കാരണം അവന്റെ മുന്നിൽ ഒരു മാതൃകയുണ്ടായിരുന്നു. അവന്റെ അപ്പൻ ഒന്നും ഉരിയാടിയില്ല. തന്റെ ജീവിതത്തിലെ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ അവൻ ശാന്തത വെടിഞ്ഞില്ല. അവൻ കിടന്നിങ്ങനെ പിടിപിറുപിറുപിറെന്ന് പറഞ്ഞില്ല, പരാതി പറഞ്ഞില്ല, അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ മൗനമായി
ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഉദാഹരണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവെ ആരാധന. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഒരു കൊച്ചു പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ യൗസേപിതാവ് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. ഹല്ലേലൂയ. ഓരോ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നടുവിലെ നിരന്തരം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ജീവിത ശൈലി യൗസേപിതാവ് സ്വന്തമാക്കി. അതുകൊണ്ടാണ് നമ്മൾ പാടി പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം ഒരു വചനം, ഏശയ്യാ 30:20, ഞാൻ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്നൊരു സ്വരം കേൾക്കും, മകനെ ഇതാണ് വഴി, ഇതിൽ. അതാണ് അച്ചട്ടായി കഷ്ടതയുടെയും ക്ലേശത്തിന്റെയും നടുവിൽ ഒരു ചെവി എപ്പോഴും യൗസേപിതാവ് ദൈവസ്വരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. വലത് കരമെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമക്കളെ, നമ്മുടെ ദുരിതങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ പ്രതികൂലങ്ങളിലും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. അത് കേൾക്കാൻ കാത് തുറന്നു കൊടുക്കുന്ന ഒരു മൗനം യൗസേപിതാവിനുണ്ടായിരുന്നു. വലത് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. എൻ്റെ ജീവിതത്തിലെ ചില സമയങ്ങളിലെ എൻ്റെ വീട്ടിലെ അസ്വസ്ഥതകൾ വന്ന്, എനിക്കറിയാം എൻ്റെ ഒരു കടബാധ്യതയുടെ വലിയ സാമ്പത്തിക പരാധീനതയുടെ ഒരു കാലഘട്ടമാണ്. എനിക്കിങ്ങനെ അടുപ്പിച്ചൊരു 3-4 കൊച്ചുങ്ങളെയൊക്കെ ദൈവം തന്നപ്പോൾ പലപ്പോഴും അവരുടെ മാമോദീസ, അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ ആവുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ പാവർട്ടി പള്ളിയിലെ ഔസേപിതാവിന്റെ പള്ളി നടയിൽ നിന്ന് മുകളിലിരിക്കുന്ന ഒരു ഔസേപിതാവിന്റെ രൂപമുണ്ട്. ഒരു കൊടയൊക്കെ വെച്ചിട്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറ്റി. അപ്പോൾ ഔസേപിതാവ് ഇങ്ങനെ ഒരു കൊടയുടെ കീഴിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഔസേപിതാവ്. ഞാൻ ഔസേപിതാവിനോട് ഇങ്ങനെ പറയും, ഔസേപിതാവെ, മക്കളെ തന്നെങ്കിലും എനിക്ക് അവരെ ഒന്നും നോക്കാൻ പറ്റുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട അവസ്ഥകൾ എനിക്കില്ല എന്നൊക്കെ ഞാനിങ്ങനെ എണ്ണിപ്പറക്കുമ്പോൾ ഔസേപിതാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഔസേപിതാവ് പറഞ്ഞ ഇതാണ്, എടാ, നിന്നേക്കാളും ഗതികേടായിരുന്നു എനിക്ക്. എൻ്റെ ഈ ലോകത്തിന്റെ രക്ഷകനായി ജനിക്കേണ്ട ദൈവത്തിന്റെ പുത്രനായ ഈശോയെ ജനിക്കാൻ നിന്റെ ഭാര്യ ഇപ്പം ആശുപത്രിയിലല്ലേ പ്രസവിച്ച് കിടക്കണേ അല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് കിടക്കാൻ ഒരു സ്ഥലം കിട്ടാണ്ട് കാലിത്തൊഴുത്തിലെ ഗോമൂത്രമൊക്കെയില്ലേ, മൂത്രമണം അല്ലേ, അത്രമാത്രം അഴുക്ക് നിറഞ്ഞ സാഹചര്യത്തിൽ പ്രസവിച്ച് കിടന്നു. പിറന്ന് അധികം കഴിയാതെ ഇതിനെയും കൊണ്ട് ഞാൻ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഒരു ഭാഷ അറിയാത്ത സ്ഥലത്ത്, വിജാതിയർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി താമസിച്ചതിൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഞാൻ അവിടെ ചെലവഴിക്കുമ്പോൾ എനിക്കും നീ പറയുന്നത് പോലെ എൻ്റെ മോനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ പ്രതികൂലങ്ങളും ഞാൻ നേരിട്ടപ്പോഴും എൻ്റെ മകനെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നീ പറയുന്നത് പോലുള്ള ഭൗതികമായ സാഹചര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് പറ്റുന്നത് പോലെയൊക്കെ നോക്ക്, നീ അതെങ്ങനെ നോക്കിയാലും അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആശ്വാസവാക്ക് ഔസേപിതാവ് പറയുമായിരുന്നു. അതൊരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യും. ചിലരൊക്കെ ഇതിങ്ങനെ തലക്കെടുത്ത് കയറ്റി വെച്ചിരിക്കുക. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ഉദരഫലം ഒരു പറ ഉദരഫലം ഒരു യൗസേപിതാവ് എപ്പോഴും തന്നോട് തന്നെ പറയുമായിരുന്നു, ഈശോയോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, മോനെ, ഞാൻ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പനാടാന്ന്. ഹല്ലേലൂയ. ഞാൻ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പന. ഒറിജിനൽ ആരാണ്? സ്വർഗത്തിലെ പിതാവായ ദൈവമാണ്. ഞാൻ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ്, വളർത്തു പിതാവാണ്. ഐ എം നോട്ട് ദി ഒറിജിനൽ. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഈശോ 12 വയസ്സായപ്പോ നേരെ പള്ളി ചെന്നിരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഇതിനെ തിരിച്ചു കണ്ടുകിട്ടിയപ്പോ ചങ്കിക്കൊള്ളുന്ന ഒരു ഡയലോഗ് ഈശോ പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ?
ഔസേപ്പ് പിതാവിന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇത് ഔസേപ്പ് പിതാവ് പറഞ്ഞ് പഠിപ്പിച്ചതാ. എന്ത്? ഞാൻ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പനാടാ, ഒറിജിനല്. പ്രിയപ്പെട്ടവരെ, ഔസേപ്പ് പിതാവിന്റെ ഒരു മനോഹരമായ ഒരു പ്രത്യേകത നമ്മൾ അവസാനം ധ്യാനിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളിങ്ങനെ എല്ലാറ്റിനും സ്വന്തമാക്കി വെച്ചിരിക്കുക. ദാനമായി കിട്ടിയത്, സമ്മാനമായി തന്നത് എല്ലാം ഇങ്ങനെ സ്വന്തമാക്കി വെച്ച് അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കുകയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവരുടെ കാര്യം നോക്കാൻ ദൈവം മതിയായവനാണ്. വലത് കരവെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. മാതാപിതാക്കളെ, പലരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ചങ്കിടിപ്പിലാണ്. കാരണം വെക്കേഷനാണ്, സകലെണ്ണം മരത്തുമ്മ കയറുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് പലരും ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ മുള്ളും ഇരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ശാന്തരായിരിക്കൂ, ഒന്നും സംഭവിക്കത്തില്ല. അവരുടെ കാര്യം നോക്കാൻ ദൈവം മതിയായവനാണ്. കേട്ടോ, നമ്മളെപ്പോലെ തക്ക സമയത്ത് കർത്താവ് ചെപ്പിക്ക് പിടിച്ചു കൊണ്ടുവന്നോളും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടങ്ങനെ അൽഫോൻസയായിട്ടാണല്ലോ ജീവിച്ചത്. ഹല്ലേലൂയ. ഒരു പ്രായം എത്തുമ്പോൾ ചെപ്പിക്ക് പിടിച്ച് കർത്താവ് കൊണ്ടുവരും. കേട്ടോ കേട്ടോ, സമാധാനമായോ? സന്തോഷമായോ? വളരെ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രായമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഒരു പ്രായത്തിലല്ലേ പിടിച്ചു കൊണ്ടുവന്നേ? അതേപോലെ അവരുടെ സമയമാകുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ സമയമാകുമ്പോൾ തന്നെ കൊണ്ടുവരും. കർത്താവിനറിയാതെ. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളെ, യൗസേപ്പ് പിതാവിന്റെ എല്ലാ ദൗർഭാഗ്യങ്ങളും, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങള്, കഷ്ടതകള്, ബുദ്ധിമുട്ടുകള്, പ്രതിസന്ധികള്, വലിയ പ്രതികൂലങ്ങൾ തൻ്റെ മുമ്പേ വന്ന് നിൽക്കുമ്പോൾ യൗസേപ്പ് പിതാവ് കാണിച്ചൊരു മൗനമുണ്ട്. യൗസേപ്പ് പിതാവിനെ ഭരിച്ചിരുന്ന ഒരു ശാന്തതയുണ്ട്. ആ ശാന്തതയിൽ അത് പൂർണ്ണമായിട്ടുള്ള ദൈവാശ്രയത്വത്തിൽ നിന്നാണ് ഉണ്ടാവുക. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ യൗസേപ്പ് പിതാവിന്റെ ലുത്തിനിയയിലെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പിശാചുക്കളുടെ പരിഭ്രമമേ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? യൗസേപ്പ് പിതാവിന്റെ ലുത്തിനിയയിൽ ഇങ്ങനെ ഒരു ഭാഗം കേട്ടിട്ടുള്ള ഒരു കൈയർത്തിക്ക്. പിശാചുക്കളുടെ പരിഭ്രമമേ. ഹല്ലേലൂയ. ഒരു വാക്കുപോലും മിണ്ടാത്ത യൗസേപ്പ് പിതാവ് എങ്ങനെ പിശാചുക്കളുടെ പരിഭ്രമമായി? ഹല്ലേലൂയ. എങ്ങനെ പരിഭ്രമമായി? എങ്ങനെ പരിഭ്രമമായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യനെ ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല, ഒരു വചനം പോലും പറഞ്ഞിട്ടില്ല. ഈശോ ചെയ്ത പോലെ സാത്താനെ ദൂരെ പോ എന്നൊന്നും യൗസേപ്പ് പിതാവ് പറഞ്ഞിട്ടില്ല. എന്നാൽ യൗസേപ്പ് പിതാവിനെ കുറിച്ച് യൗസേപ്പ് പിതാവിന്റെ ലുത്തിനിയയിൽ ഇങ്ങനെ പറയുകയാണ്, യൗസേപ്പ് പിതാവ് പിശാചുക്കളുടെ പരിഭ്രമമാണ്. എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ പരിഭ്രമപ്പെടുത്താനുള്ള എന്തോ ഒന്ന് യൗസേപ്പ് പിതാവിലുണ്ടായിരുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്താണ് ഈ പിശാചുക്കളെ പരിഭ്രാന്തരാക്കുന്ന യൗസേപ്പ് പിതാവിലുണ്ടായിരുന്ന പുണ്യം? അതിങ്ങനെ ഇരുന്ന് ധ്യാനിച്ചപ്പോഴാണ്, വേറെ ഒന്നുമല്ല, ഇങ്ങേരുടെ വായിൽ നിന്ന് ഒന്നും കേട്ട് മനസ്സിലാക്കാൻ പിശാചിന് ചാൻസ് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നോട്ടീസ് അടിച്ച് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കും. ഹല്ലേലൂയ. അല്ലേ? എൻ്റെ മോള് ഡോക്ടർ ആവാൻ പഠിക്കുകയാണ്, നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കും. എൻ്റെ മോൻ അമേരിക്കക്ക് പോവാണെന്ന് ഒന്നും ആയിട്ടുണ്ടാവില്ല, പേപ്പർ പോലും വന്നിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും നാട്ടുകാരുടെ മുന്നേ മുഴുവൻ നോട്ടീസ് അടിക്കും. ഈശോയെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഒന്നും തന്നെ യൗസേപ്പിന്റെ വായിൽ നിന്ന് കേൾക്കാൻ പിശാചിന് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് പിശാച് എപ്പോഴും പരിഭ്രാന്തനായി. അവർക്ക് ഇൻഫർമേഷൻ വേണം, എന്താണ് ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. യൗസേപ്പ് പിതാവിന്റെ വായിൽ നിന്ന് വീഴാതിരിക്കുന്നിടത്തോളം കാലം പിശാച് പരിഭ്രാന്തനായിക്കൊണ്ടിരുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെ, ഹെറോദേസിന്റെ അടുത്ത് ചെന്ന് 3 ജ്ഞാനികൾ ചെന്ന് പറഞ്ഞു,
ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടല്ലോ. കേട്ടപ്പോ എന്തുണ്ടായത്? അവർക്ക് മുന്നിൽ ഒരു നക്ഷത്രം പോകുന്നുണ്ട്, അത് നോക്കി പോയാൽ മതി. അവർക്ക് ഒരാവശ്യമില്ലാണ്ട് രാജാക്കന്മാരല്ലേ, ഒരു രാജാക്കന്മാരുമായിട്ടൊരു ബന്ധമൊക്കെ ആവാം എന്ന് വിചാരിച്ച് കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് പറഞ്ഞ്, എന്ത്, ഇവിടെ ഒരു രക്ഷകൻ ജനിച്ചു എന്ന് കേട്ടല്ലോ. കേട്ട പാതി കേൾക്കാത്ത പാതി 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഹെറോദോസ് പറഞ്ഞു. ഹല്ലേലൂയ. സാത്താൻ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇരിക്കുന്ന നമ്മളാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ വായിലൂടെയാണ് നിന്റെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം പിശാചിന് ലഭിക്കുന്നത്. അത് കിട്ടാതാകുമ്പോ പിശാച് പരിഭ്രാന്തരാകും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളെ, പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഔസേ പിതാവിലുള്ള പുണ്യമായിരുന്നു ഔസേ പിതാവിന്റെ മൗനം. പഠിച്ച പണി 18 നോക്കിയിട്ട് ഔസേ പിതാവ് വായ തുറന്നൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ടോന്ന് അറിയത്തില്ല. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 24, 25 വാക്യങ്ങൾ. വാക്കുകൾ, പ്രിയാവോ ആ വചനം? വാക്കുകൾ അളന്നു തൂക്കി 24, 25, 28-ന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ചേച്ചിമാരൊന്ന് പറഞ്ഞു കൊടുത്തേ, പറഞ്ഞു കൊടുക്ക അടുത്തിരിക്കുന്ന ആൾക്ക്. വായ്ക്ക് അടുത്തിരിക്കുന്ന ചേട്ടന്മാരും പറഞ്ഞു, മോശമൊന്നുമല്ല, ചേച്ചിമാർക്ക് കുറച്ചുകൂടി റേഞ്ച് ഉണ്ടെന്ന് മാത്രം. ഹല്ലേലൂയ. അല്ലേ? നമ്മളൊരു കാര്യം അറിഞ്ഞ ഈ തൃശ്ശൂർ ജില്ല മുഴുവൻ അറിയും. ഇവിടെയാണ് ഔസേ പിതാവ് ഒരു വെല്ലുവിളിയാകുന്നത്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ, വായയ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. ഹല്ലേലൂയ. നിനക്ക് അനുഗ്രഹം പ്രാപിക്കണോ, നിന്റെ വായയ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. അടുത്ത വചനം ഇങ്ങനെയാണ്, നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ പറഞ്ഞു നടക്കുമ്പോ ഇത് കേൾക്കുന്ന എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരൊന്നും അല്ല. ഹല്ലേലൂയ. ആണോ? ആണോ? ഹെറോദോസ് പറഞ്ഞത് എന്താ? എനിക്കും അവനെ പോയിട്ട് അവനെ ആരാധിക്കണം, അതുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നേരെ തിരിച്ചിങ്ങോട്ട് വരണം. ഹല്ലേലൂയ. എന്തൊരു നുണയാണ് ഹെറോദോസ് പറഞ്ഞത്. ഇതുപോലെ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കൂടപ്പിറപ്പുകളായിരിക്കും, നിങ്ങളുടെ നാട്ടുകാരായിരിക്കും, എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. വിവേകമുള്ളൊരു മൗനം ദൈവമക്കളെ നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അതുമൂലം പല അനുഗ്രഹങ്ങളും നമുക്ക് തടസ്സപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് നീ തെറ്റു ചെയ്യാതിരിക്കുക. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഔസേ പിതാവിന്റെ മൗനം പിശാചിന്റെ പരിഭ്രമമായിരുന്നു, പരിഭ്രാന്തിയായിരുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഔസേ പിതാവ് നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം ഭയങ്കര ബഹളമാണ്, ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പോലും നമ്മൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ഔസേ പിതാവ് നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഔസേ പിതാവിന്റെ ഉറക്കം. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഔസേ പിതാവിന്റെ മക്കളാണെന്ന് പറയാൻ പറ്റുക. പണ്ട് പൗലോസ്ലീഹ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ബാൽക്കണിയിൽ നിന്ന് വീണ് കഴുത്തൊടിച്ച് ചത്ത്. ഹല്ലേലൂയ. കേട്ടോ? കാലൊക്കെ നീട്ടി വെച്ച് വായും പൊളിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഇതൊക്കെ കുറച്ച് പഴക്കമുള്ള കസേരയാണ്. ഹല്ലേലൂയ. എങ്ങാനും വീണ് കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കൃപയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം അത് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ.
ഒന്ന് നിവർന്നിരുന്നേ, ചാച്ചിമാരൊക്കെ ഒന്ന് നിവർന്നിരുന്നേ. ഔസേപ്പ് പിതാവിന്റെ ഉറക്കം. ഓ സന്തോഷായി, ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നു. നമ്മൾ വിചാരിക്കുക ഔസേപ്പ് പിതാവിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ കൂർക്കം വലിച്ചുള്ള ഉറക്കമാണെന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ഔസേപ്പ് പിതാവിന്റെ ഉറക്കത്തെ കുറിച്ച് പറയുക, അതൊരു ആത്മീയമായ മയക്കമായിരുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ പ്രാർത്ഥിച്ചുറങ്ങുകയും പ്രാർത്ഥിച്ചെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ ഉറക്കം ആത്മീയമായ മയക്കമായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ആ സമയത്ത് ഉറക്കത്തിലും ദൈവവുമായിട്ട് അവൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ പഠിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കും. എസോർണോ? പഠിച്ചവരോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഹല്ലേലൂയ. പഠിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ? പഠനത്തിൽ എന്ത് നടക്കും? റിവിഷൻ ഉറക്കത്തിൽ നടക്കും. ഹല്ലേലൂയ. രണ്ടും കൂടി നടത്തേണ്ട കാര്യമില്ല. പഠനം ബോധമുള്ള സമയത്ത് നടക്കും, റിവിഷൻ ഉറക്കത്തിൽ നടക്കും. ചേച്ചിമാർക്ക് സന്തോഷിച്ചേട്ടാ, ബ്രദർ ഈ ക്ലാസ് ശരിക്കും പരീക്ഷയ്ക്ക് മുന്നേ വെക്കേണ്ടതായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏത് വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചാണോ യൗസേപ്പ് പിതാവ് കിടന്നത്, ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റിയോടുകൂടിയാണ് യൗസേപ്പ് പിതാവ് എഴുന്നേറ്റത്. ഉദ്ധരത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞ യൗസേപ്പ് പിതാവിന്റെ ഉറക്കം പോലും ഒരു പ്രാർത്ഥനയായിരുന്നു. പിന്നീട് നമുക്ക് കാണാം, ഈശോ പ്രാർത്ഥിക്കാനായി രാത്രി കാലങ്ങളിൽ മലമുകളിലേക്ക് പോയി. ഹല്ലേലൂയ. തിരിച്ച് രാവിലെ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. എനിക്ക് തോന്നിയിരിക്കുന്നത് ഈശോയുടെ ഉറക്കവും പ്രാർത്ഥനയും ഒക്കെ കൂടി അങ്ങോട്ട് മിക്സ് ആയി എന്നാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഔസേപ്പ് പിതാവിന്റെ ഉറക്കം പോലും ദൈവത്തോട് ആലോചന ചോദിക്കാൻ, ദൈവവുമായിട്ട് സംഭാഷണം നടത്താനുള്ള അവസരമായിരുന്നു. ഊണിലും ഉറക്കത്തിലും നിരന്തരം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അത് ഔസേപ്പ് പിതാവിനുണ്ടായിരുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് ഔസേപ്പ് പിതാവ് കണ്ട സ്വപ്നങ്ങൾ നമ്മൾ കാണുന്ന കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, നമ്മൾ കണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന സ്വപ്നങ്ങളാണ്. അല്ലേ? ഉറക്കം കിട്ടുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങൾ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണെങ്കിൽ ഔസേപ്പ് പിതാവിന്റെ സ്വപ്നങ്ങളെല്ലാം ദൈവികമായ വലിയ ദർശനങ്ങളായിരുന്നു. ഏത് വിഷയത്തെക്കുറിച്ചാണോ ദൈവത്തോട് ആലോചന ചോദിച്ചത്, ആ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ് ഔസേപ്പ് പിതാവ് എഴുന്നേറ്റ് വരിക. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. അതുകൊണ്ടാണ് ഈ ഉറങ്ങുന്ന ഔസേപ്പ് പിതാവ് ഇപ്പൊ ഭയങ്കര ഫാഷനാണ്, അല്ലെ? ഉറങ്ങുന്ന ഔസേപ്പ് പിതാവിന്റെ അടിയിൽ ഇപ്പം കൊണ്ടുപോയിട്ട് നമ്മൾ നിയോഗങ്ങൾ വെച്ചാൽ എന്ത് സംഭവിക്കും? ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും അത് നടക്കും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതായത് ഉറക്കത്തിലും ഒരു ഹോട്ട് ലൈൻ കണക്ഷൻ ദൈവവുമായിട്ട് യൗസേപ്പിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു ഹോട്ട് ലൈൻ കണക്ഷൻ ഊണിലും ഉറക്കത്തിലും ഉണർവിലും എല്ലാം ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം യൗസേപ്പ് പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഔസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ സംശയത്തിന് സ്ഥാനം ഉണ്ടായിരുന്നില്ല. സംശയം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആലോചന ചോദിച്ചപ്പോൾ ആ സംശയം ദൂരീകരിച്ച് കിട്ടി. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ മാതൃകയാക്കേണ്ട ഒരു ഉറക്കത്തിന്റെ ശൈലിയുണ്ട്. നമ്മൾ മാതൃകയാക്കേണ്ടവർ പ്രാർത്ഥിച്ചുറങ്ങുക, പ്രാർത്ഥിച്ചെഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഈശോ പിൽക്കാലത്ത് ഈ ഒരു ജീവിത ശൈലി ഔസേപ്പ് പിതാവിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായി ഔസേപ്പ് പിതാവ് മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഔസേപ്പ് പിതാവിന്റെ ഉറക്കം പോലും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. അതുകൊണ്ട് ഉറക്കത്തിലും ഔസേപ്പ് പിതാവിന് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൂർവ്വ ജോസഫിനെ പോലെ സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഔസേപ്പ് പിതാവിന്റെ നീതി, നമ്മൾ ഔസേപ്പ് പിതാവിനെ വിളിക്കുക നീതിമാൻ എന്നാണ്, അല്ലേ? ഔസേപ്പ് പിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിമാനാണ്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നത് അവൻ നീതിമാനായിരുന്നു. ഹല്ലേലൂയ.
കാരണം നീതി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ത്? നീതി. ഒരു മനുഷ്യൻ നീതിമാൻ എന്ന് വിളിക്കണമെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കണം. വലുതേരെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു പിതാവായ ദൈവത്തെ ദൈവമാക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നീതിയാണ്, ദൈവനീതി. കേട്ടോ, ഒരു മനുഷ്യനെ നീതിമാൻ എന്ന് വിളിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഈ ക്വാളിറ്റി സ്വന്തമാക്കിയവരെ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി തന്റെ നീതി മാറ്റിവെച്ചവനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. എന്താണ് നീതി എന്ന് പറഞ്ഞാൽ? അത് ശരിയാണ്. തന്റെ ശരികളെ ദൈവത്തിന്റെ ശരികൾക്ക് മുമ്പിൽ മാറ്റിവെച്ചവനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. തന്റെ ചില ശരികളൊക്കെ ഉണ്ട്, തന്റെ ശരികളല്ല, ദൈവത്തിന്റെ ശരികൾക്ക് വേണ്ടി തന്റെ ശരികളെ മാറ്റിവെച്ചവനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഹിതമാണ്. തന്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഹലോ, കണ്ണു തുറന്നേ, സമാധിയായി ചിലര്. ഹല്ലേലൂയ. ഇപ്പൊ അവസാനിപ്പിക്കും. ഉച്ച നേരമാണ്, നല്ല ചൂടാണ്, എന്നാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. വലുതേരെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യോസേപ്പ് പിതാവിന്റെ ഉറക്കത്തെ കുറിച്ച് പറയുമ്പോഴേക്കും കൃപ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗം. ഈ കൊച്ചുത്രേസ്യ പുണ്യാലത്തി ഇങ്ങനെ എപ്പോഴും ഉറങ്ങുമായിരുന്നു. കൊച്ചുത്രേസ്യ പുണ്യാലത്തി ക്ഷയരോഗിയായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു, എപ്പോഴും ഉറങ്ങുമായിരുന്നു. ഇപ്പൊ ഒരു ദിവസം ഇങ്ങനെ മദർ വല്ലാതെ വഴക്ക് പറഞ്ഞു കൊച്ചുത്രേസ്യ പുണ്യാലത്തിയെ. വഴക്ക് പറഞ്ഞപ്പം കൊച്ചുത്രേസ്യ പുണ്യാലത്തി ഈശോയോട് ഇങ്ങനെ പരാതി പറഞ്ഞു. ഈശോ കൊച്ചുത്രേസ്യയും അടയും ചക്കരയും പോലെയാണ്, ഈശോയുടെ ത്രേസ്യ എന്നാ പറയാം. അപ്പൊ അങ്ങനെ ഉണ്ണീശോയോട് പറഞ്ഞു, ഉണ്ണീശോ ഈ ഉറക്കൊന്ന് എടുത്ത് മാറ്റിത്താ. ഉണ്ണീശോ കൊച്ചുത്രേസ്യയോട് പറഞ്ഞു, നീ ഇങ്ങനെ പറയുക മദറിന്റെ അടുത്ത് ചെന്നിട്ട്. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ സർജറി നടത്തുന്നു, ഓപ്പറേഷൻ നടത്തുന്നത് മയക്കി കെടുത്തിയിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ കണ്ടോ, ഒരു അമ്മച്ചി വായും പൊളിച്ച് കെടുക്കാണ്. അപ്പോ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ സർജറി നടത്തുന്നത് എങ്ങനെയാണ്? ബോധത്തിലാണോ? മയക്കി കെടുത്തിയിട്ടാണ്, ഉറക്കിയിട്ടാണ്. ഹല്ലേലൂയ. ഉറക്കത്തിലും ഈ കൊച്ചുത്രേസ്യയുടെ മേൽ സർജറി നടത്തിക്കൊണ്ടിരിക്കുന്നു ഈശോ. ഹല്ലേലൂയ. ഇങ്ങനെ പറയാൻ പറഞ്ഞു. മദറിനോട് ചെന്ന് കൊച്ചുത്രേസ്യ ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുക. അതിനുശേഷം മദർ ഒരിക്കലും പിന്നെ കൊച്ചുത്രേസ്യനെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഉറക്കത്തിലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ഇരുന്ന് ഉറങ്ങ്. വലുതേരെത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് വന്ന് തൻ്റെ പുത്രനായ ദൈവത്തിന്റെ പുത്രനെ ഗർഭം കൊടുക്കുവാൻ തൻ്റെ ഉദരം തരാമോ എന്ന് പരിശുദ്ധ അമ്മയോട് ഒരു അനുവാദം ചോദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നീതിയായിരുന്നു. ഒരു സ്ത്രീയുടെ മുമ്പില് നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം തരുമ്പോ ഒരു സ്ത്രീയുടെ മുമ്പിൽ സ്വർഗം വന്ന് മുട്ടുകുത്തി നിൽക്കുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ സമ്മതം കിട്ടാനായിട്ട്. അങ്ങനെ ആ സ്ത്രീയുടെ സമ്മതം കിട്ടിയിട്ട് വേണം ദൈവത്തിനൊരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് പറഞ്ഞയക്കാൻ. അപ്പൊ അതുകൊണ്ട് ഓർക്കാപ്പുറത്ത് ഒരു കുഞ്ഞിനെയൊക്കെ കിട്ടുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗം നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് നിന്റെ ഒരു അനുവാദം ചോദിക്കുകയാണ്, ഇതിനൊന്ന് ജീവിക്കാൻ, ഈ ലോകത്തേക്ക് കടന്നു വരാൻ നിനക്ക് അനുവദിക്കാമോ എന്ന്. ഹല്ലേലൂയ. ഇന്ന് ചില ഹെറോദുമാർ ഇറങ്ങിയിട്ടുണ്ട്, ഗർഭപാത്രമൊക്കെ അടച്ചു കളഞ്ഞ് കൊച്ചുങ്ങളെയൊക്കെ അബോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാരമായി കാണുന്ന ഒരു തലമുറ കടന്നു വരികയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇതാണ്, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സ്വർഗം വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒരു അനുവാദം ചോദിക്കുമ്പോ ഈ ഔസേപ്പ് പിതാവിനോട് ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഔസേപ്പ് പിതാവിന് ഈ പ്രിവിലേജ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? മാതാവിന് കൊടുത്തൊരു പ്രിവിലേജ് ഔസേപ്പ് പിതാവിന് കൊടുത്തില്ല. ഔസേപ്പ് പിതാവിനോട് മുഴുവൻ കമാൻഡ് ആയിരുന്നു. ഹല്ലേലൂയ. യേശുവേ. നിങ്ങൾക്കറിയാമോ, ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു കുഞ്ഞിനെ പേരിടാനുള്ള അവകാശം അപ്പനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ എന്ത് പേരിടണമെന്ന് സക്കറിയായോട് അവർ വന്ന് ചോദിക്കുന്നത്. അപ്പൊ സക്കറിയ അങ്ങനെ എഴുതി കാണിച്ച് യോഹന്നാൻ എന്ന് പേരിടണം. ഔസേപ്പ് പിതാവിനോട് ദൈവം എന്താ പറഞ്ഞത്?
കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ ഒരപ്പന്റെ അടിസ്ഥാന അവകാശം പോലും അവിടെ നിഷേധിക്കപ്പെട്ടു. ഔസേപ്പിതാവിനോട് ഒരു സമ്മതമൊന്നും ചോദിച്ചില്ല. തന്റെ കുഞ്ഞിനെ ആജീവനാന്തം ചുമക്കാൻ ഒരു പുരുഷനോട് അനുവാദം ചോദിക്കാൻ ദൈവം വന്നില്ല. ദൈവം അത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആക്കി. ഹല്ലേലൂയ. അവന്റെ അനുവാദം ആവശ്യമില്ലെന്ന്. ആ ദൈവത്തിന്റെ നീതിക്ക് മുമ്പില് തന്റെ നീതി മാറ്റി വെച്ചുകൊണ്ട് സ്വപ്നത്തിൽ കണ്ട, അല്ലെ, നിങ്ങളോട് പറയാം, നിങ്ങൾ സ്വപ്നം കണ്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചെയ്യോ? രാത്രി ഒരു സ്വപ്നം കണ്ടതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ പോയിട്ട് ഒരു പെണ്ണ് കേട്ടോ ഒരു ചെറിയ സംശയം ഉണ്ടാവില്ലേ? ഇത് സ്വപ്നമല്ലേ, നടക്കോ എന്നൊരു സംശയം ഉണ്ടാവത്തില്ലേ? എന്നാ സ്വപ്നത്തിലൂടെ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ എഴുതുക, അവൻ എഴുന്നേറ്റ് ദൈവം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഫുൾ കൽപ്പിക്കുക. ഇതെന്ത് നീതി? ഒന്നുമില്ലെങ്കിൽ അവനൊരാണല്ലേ. ഹല്ലേലൂയ. ഒരു പുരുഷനല്ലേ. ഇവിടെയാണ് തന്റെ ശരികളെ ദൈവത്തിന്റെ ശരികൾക്ക് മുമ്പിൽ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി ഈ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ യോസേപ്പിതാവ് ഒരു വെല്ലുവിളിയാകുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒരു പുരുഷൻ പോട്ടെ, ഒരപ്പൻ പോട്ടെ, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും യൗസേപ്പിതാവിന് ലഭിക്കാതിരുന്നിട്ടും ഒരു പരാതിയുമില്ലാതെ സ്വപ്നത്തിൽ എന്തോ കേട്ടു, സ്വപ്നത്തിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് അതുപോലെ പ്രവർത്തിക്കാൻ യൗസേപ്പിതാവ് കാണിച്ചൊരു ചങ്കൂറ്റമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു ദൈവാശ്രയത്വമുണ്ട്. അതാണ് യൗസേപ്പിതാവിനെ വിശുദ്ധ ഗ്രന്ഥം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുക. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമക്കളെ, ഓരോ നിമിഷവും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ജീവിച്ചൊരു മനുഷ്യൻ അതായിരുന്നു യോസേപ്പിതാവ്. തന്നിഷ്ടല്ല, സ്വന്തം ഇഷ്ടല്ല. സ്വന്തം ഇഷ്ടത്തിനൊരു വിലയില്ലെന്ന്. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കളുടെ ഇഷ്ടപ്രകാരം താൻ തോന്നിയാസം പോലെ ജീവിക്കുന്ന ഈ തലമുറയിൽ യൗസേപ്പിതാവ് ഒരു വെല്ലുവിളിയാണ്. തൻ്റെ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അടിയറവ് വെച്ചുകൊണ്ട് ഓരോ നിമിഷവും എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമെന്നൊരു തീരുമാനം യൗസേപ്പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുത്രനായ ദൈവം കുരിശുമരണം വരെ തന്നെ താഴ്ത്തണമെന്ന് പറഞ്ഞപ്പോ ആ അപ്പന്റെ മോനായതുകൊണ്ടാണ് ഈശോ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാൻ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതൊക്കെ ഇൻഹെറിറ്റഡ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒറ്റടിക്ക് കണ്ട് ഈശോയിലേക്ക് വന്നതല്ല, യൗസേപ്പിതാവിലൂടെ നൽകപ്പെട്ട കൃപകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിനെ സ്വർഗം കാത്തുവച്ചിരിക്കുന്ന സകല സമ്പത്തുകളും സകല കൃപകളും യൗസേപ്പിതാവിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബത്തിന്റെ പ്രതിസന്ധികളിലെ, പ്രതികൂലങ്ങളിലെ, ഇല്ലായ്മകളിലെ, വല്ലായ്മകളിലെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ചില കൊച്ചനുഗ്രഹങ്ങൾ പോലും വാതോരാതെ പ്രഘോഷിച്ചു നടക്കുന്ന സമയങ്ങളിലെ യോസേപ്പിതാവ് നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തോട് കാണിച്ച ഒരു വിരക്തി എന്ന പുണ്യം. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ എന്ത് സൗഭാഗ്യമോ സന്തോഷമോ ദുഃഖമോ എന്ത് തന്നെ വരുമ്പോഴും അതിനോട് യൗസേപ്പിതാവിനുണ്ടായിരുന്ന ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ട്. തൻ്റെ മകനോടായാലും ഭാര്യയോടാണെങ്കിലും ലോകത്തിന്റെ സകല സമ്പത്തുകളോടും ഒരു ഡിറ്റാച്ച്മെന്റ്, ഒരു വിരക്തി യൗസേപ്പിതാവ് എപ്പോഴും സൂക്ഷിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം ലോകത്തോടുള്ള വിരക്തിയായി, ലോകത്തിലെ സൗഭാഗ്യങ്ങളോടും സന്തോഷങ്ങളോടും ഒക്കെയുള്ള ഒരു വിരക്തിയായി യൗസേപ്പിതാവിൽ വിളങ്ങിയിരുന്നു.
ദൈവമക്കളെ, ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ദൈവത്തോടുള്ള മൈത്രി ഈ ലോകത്തോടുള്ള ശത്രുതയാണ്. അതുകൊണ്ട് ദൈവത്തോട് നിനക്ക് ബന്ധം കൂടുന്തോറും ലോകത്തോട് നിനക്ക് വിരക്തി വരും. ദൈവത്തോടുള്ള ബന്ധമാണ് യോസേപ്പ് പിതാവിന് വിരക്തിയായി മാറുക. അപ്പം അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ് അല്ല, ദൈവത്തോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഈ ലോകത്തോടുള്ള ഒരു ഡിറ്റാച്ച്മെന്റായി യോസേപ്പ് പിതാവിൽ നേടിച്ചതുപോലെ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, കർത്താവെ, ഈ ലോകത്തായിരിക്കുമ്പോഴും ഈ ലോകത്തോടും ലോകബന്ധങ്ങളോടും ലോകത്തിൻ്റെ സമ്പത്തോടും ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളോടും ലോകത്തിലുണ്ടാകുന്ന സകല ദുരിതങ്ങളിലും ദുരന്തങ്ങളിലുമെല്ലാം ഒരു വിരക്തിയോടെ ജീവിക്കുവാൻ, ഈ ലോകമല്ല സ്വർഗമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ദൈവപിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റാൻ ഓരോ നിമിഷവും ജീവിച്ച വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, കൃപയുള്ളതാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചെല്ലാം മക്കൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ കൃപകളുടെ വിളനിലമാക്കി മാറ്റുവാൻ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ തലമുറകള് നീ ദാനമായി ഞങ്ങൾക്ക് തന്ന സകലതും നിന്റെ ദാനമാണെന്ന് മാത്രം മനസ്സിലാക്കി കർത്താവ് അതിനോടൊരു വിരക്തിയോടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന, സമ്മാനമായി തന്ന ഒന്നും സ്വന്തമല്ലെന്ന് കരുതി കർത്താവെ നീ മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവത്തോടുള്ള ബന്ധം മറ്റെന്തിനേക്കാളും വലുതാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, ഊണിലും ഉറക്കത്തിലും ദൈവവുമായിട്ട് വേർപിരിയാത്തൊരു ബന്ധം എനിക്ക് തരണേ. ഈശോയെ, ദൈവത്തോട് പിരിഞ്ഞിരിക്കാൻ കഴിയാത്തൊരു ബന്ധം എനിക്ക് തരണേ. നിരന്തരം ദൈവത്തോട് സംഭാഷണം നടത്തുവാനുള്ള കൃപ എനിക്ക് തരണേ. ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാക്കി എന്നെ മാറ്റണേ. യേശുവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് ഇരിക്കാം. ഒരു ദിവസം ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. പാവർട്ടി പള്ളിയിലെ വൈകിട്ട് ഒരു 6 മണി 7 മണിക്ക് ഞാൻ ഷാലോം TV-യിൽ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുത്തിയ യോസേപ്പ് പിതാവിൻ്റെ ഒരു ദൈവിക പ്രവൃത്തി, അതിനെക്കുറിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം ഞാൻ വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പം അവിടെ ഒരു മുസ്ലിം സഹോദരൻ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ സൈക്കിൾ, ഞങ്ങളുടെ പള്ളിനടയിൽ കുറേ കൊച്ചുങ്ങൾ ഇങ്ങനെ സൈക്കിൾ വെച്ചിട്ട് പോകും. അവൻ്റെ സൈക്കിൾ അവിടെയുണ്ട്, ഇതുവരെ അവനെ കാണാനില്ല. അവൻ വീട്ടിൽ നിന്ന് ഇത്തിരി പിണങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്, അവൻ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പം ഞാനിങ്ങനെ ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൈന്ദവനായ മനുഷ്യൻ ദേവാലയത്തിൽ, ഞങ്ങളുടെ പാവർട്ടി പള്ളിയിലെ ക്രിസ്ത്യാനികളെയൊക്കെ കൂടുതൽ പലപ്പോഴും മറ്റുള്ള സമയങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ അല്ലാത്ത സമയത്ത് അക്രൈസ്തവരായ മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ്. അപ്പം ഒരു ഹൈന്ദവനായ മനുഷ്യൻ വന്നിട്ട് ഇയാളുടെ പുറത്തിട്ട്, യോസേപ്പ് പിതാവിൻ്റെ പള്ളിനടയെ വന്നിട്ടല്ല പോയിരിക്കുന്നത്, പിതാവ് നോക്കിക്കോളും, ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ ഈ മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ ഭയങ്കര ടെൻഷൻ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നമുക്ക് യോസേപ്പ് പിതാവ് എന്തായാലും മോനെ തിരിച്ചു തരും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. സംഭവം 7 മണിയായി 8 മണിയായി. അവിടെ ആൾക്കാരൊക്കെ കൂടി, ഓട്ടോറിക്ഷക്കാരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചർച്ച കഴിഞ്ഞ് എവിടെ അന്വേഷിക്കും. പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്തിട്ടുണ്ട്, ഈ മോനെ കാണാനില്ല. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവനെ ഇങ്ങനെ അന്വേഷിച്ച് ഒരു നാട് മുഴുവൻ നടക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു 9:30 മണിയായപ്പം ഈ കൊച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തി എന്ന് ഇയാളുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമായി. ഞാൻ ഇയാളെയും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഈ കൊച്ചിനോട് ഞാൻ സംസാരിച്ചു.
അവൻ പറഞ്ഞു, സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ, ഉച്ച കഴിഞ്ഞപ്പം അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പം വീട്ടിലേക്ക് ഇനി മടങ്ങിപ്പോകുന്നില്ലെന്ന് തീരുമാനിച്ച് അവൻ എവിടെയൊക്കെയോ നടന്ന് ഒരു കുറ്റിക്കാടൊക്കെയുള്ള അങ്ങനെ ഞങ്ങളുടെ ഒരു കോസ്റ്റൽ ബെൽറ്റാണ്. അവൻ പറഞ്ഞത് കേട്ടിട്ട് ചക്കങ്കണ്ണെന്നൊക്കെ പറഞ്ഞ ഏരിയയൊക്കെ ഉണ്ട്. അങ്ങനെ വിജനമായ ആ പ്രദേശത്ത് അവൻ എത്തി. അവന് വഴിയൊന്നും അറിയത്തില്ല. അവൻ 5ാം ക്ലാസ്സുകാരനാണ്. അവന് ആ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. അവനിങ്ങനെ ഭയങ്കര പേടിയായി. 6 മണി 7 മണിയായി, ഇരുട്ടായി. അവനാകെ ഭയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന് അങ്ങനെ വഴിയറിയാതെ അവനിങ്ങനെ പലയിടത്തും അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെങ്ങനെയാ പറയുക, ഒരാള് ഒരു സ്ത്രീയുമായിട്ട് ബൈക്കില് അവന്റെ അടുത്ത് വന്നു. ബൈക്ക് നിർത്തി. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്താണ് ഈ അസമയത്ത് ഇവിടെ? 8-9 മണി നേരമാണ്. ഈ അസമയത്ത് എന്താ നീ ഇവിടെ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിങ്ങനെ വീട് വിട്ടിറങ്ങിയതാണ്, വീട്ടുകാരോട് പിണങ്ങിയിട്ടുള്ളതാണ്, ഇന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് വഴി അറിയുന്നില്ല. അപ്പോൾ ഇവനോട് ചോദിച്ചു, എവിടെയാണ് വഴി? അപ്പോൾ ഇവനങ്ങനെ കൃത്യമായിട്ട് വഴിയൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവര് ആ ബൈക്കുമ്മ കയറ്റിയിരുത്തി. ഇവന് വഴിയൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ഇവൻ ഏതോ ഒരു ഗുദാമിൽ ചെന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഏതാണ്ട് 20-25 മിനിറ്റ് ഇവന്റെ ബൈക്കുമേ ഇങ്ങനെ കൊണ്ടു നടന്ന് അവസാനം ഇവന്റെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോ ഇവൻ പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോ ഇവന്റെ ഉമ്മ, ഇവരുടെ വീട്ടുകാര്, നാട്ടുകാരൊക്കെ ഇങ്ങനെ അവിടെ കൂടിയിരിക്കുകയാണ്. ഇവനെ കാണാനില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ മുറ്റത്തെ ഗേറ്റിന്റെ അവിടെ, ആ ഗേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, അവിടെ വന്ന് ഇവൻ ഇറങ്ങി എഴുന്നേറ്റ് ഇവനെ കണ്ട വഴിക്ക് ഇവന്റെ ഉമ്മയും നാട്ടുകാരൊക്കെ ഓടി വന്നു. ഇവന്റെ അടുത്തേക്ക് വന്നു. ഇവനോട് ചോദിച്ചു, എങ്ങനെയാണ് നീ ഇവിടെ എത്തി? നീ എവിടേക്കാ പോയത്? അപ്പൊ ഇവൻ തിരിഞ്ഞിട്ട് പറഞ്ഞത്, അവരാണ് എന്നെ കൊണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ആ ചേട്ടനെയും കാണാനില്ല, ആ ചേച്ചിയും കാണാനില്ല, ആ ബൈക്കും കാണാനില്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വിളിച്ച വെളിപ്പുറത്ത് ഔസേപ്പിതാവുണ്ട് കേട്ടോ. നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ഔസേപ്പിന്റെ പക്കൽ പോകുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 49:22 നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഹല്ലേലൂയ.